രണ്ടിടത്ത് ക്രമക്കേട് നടന്നതായി വിവരം ലഭിച്ചുവെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. NTA ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിലും വെറുതെ വിടില്ലെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നോബിൾ, രണ്ടിടത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രിയും പറയുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയല്ലേ തീരുമാനം? ആര്യ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്തായിരുന്നു കഴിഞ്ഞ ദിവസം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടക്കം വ്യക്തമാക്കുകയും ചെയ്ത്. ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ അത് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് 1563 വിദ്യാർത്ഥികൾക്ക് നേരത്തെ റീടെസ്റ്റിംഗ് നടത്തിയത്. എന്നാൽ രണ്ടിടത്ത് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു വരികയാണ് എന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ഇനിയും കുറച്ച് കൃത്യമായ രീതിയിൽ ഒരു മികവ് പുലർത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേടിൽ ഏതെങ്കിലും തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ കർശനമായി നടപടി സ്വീകരിക്കും എന്നുകൂടി മന്ത്രി പറഞ്ഞു വെക്കുകയാണ്. മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് മന്ത്രിയുടേത് എന്ന് വേണം ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാർക്കുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ ഒരു തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടില്ല എന്തായിരുന്നു വാദമായി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ 5ഓളം വരുന്ന ഇടങ്ങളിൽ സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ പരീക്ഷ പൂർത്തിയാക്കാൻ സമയം ലഭിക്കാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും സുപ്രീം കോടതിയിൽ പോവുകയും ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും റീടെസ്റ്റ് നടത്തുകയും പിന്നീട് മാർക്കുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഉയരുകയും ചെയ്തു. എന്താണെങ്കിലും മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത്, അതായത് ക്രമക്കേട് വ്യക്തമാക്കിയതോടെ നീറ്റ് പരീക്ഷയിൽ കൂടുതൽ സംശയങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് നീറ്റുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം പ്രതിഷേധം നടത്തുന്ന ഘട്ടത്തിലാണ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ചില ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായി, രണ്ടിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നതാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉയർത്തിയ വാദങ്ങൾ അപ്പാടെ തള്ളിയിരിക്കുന്നു മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി, കുറ്റക്കാർക്കെതിരെ ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.